സിപ്ലൈനിംഗ് ചെയ്യുന്നതിനിടയിൽ അപ്രതീക്ഷിതമായി സുരക്ഷാ ഹാർനസ് പൊട്ടി ഇയാൾ 100 മീറ്റർ താഴ്ചയുള്ള വലിയൊരു കൊക്കയിലേക്ക് വീണു. എന്നാൽ മുൻ സ്പെഷ്യൽ ഫോഴ്സ് സൈനികയായ അയാളുടെ ഭാര്യ ലിസ അതിസാഹസികമായി മലഞ്ചെരിവിലൂടെ താഴേക്കിറങ്ങിപ്പോയി തന്റെ ഭർത്താവിനെ ജീവനോടെ കണ്ടെത്തി. ഉടനെ അവിടെയൊരു ആംബുലൻസ് എത്തുകയും ലിസയെ കയറ്റാൻ വിസമ്മതിച്ച ശേഷം പാരാമെഡിക്കൽ ജീവനക്കാർ ഭർത്താവുമായി വേഗത്തിൽ അവിടെ നിന്നും പോവുകയും ചെയ്തു. അവരെ ബൈക്കിൽ പിന്തുടർന്ന ലിസയെ ഒരു വാഹനം മനഃപൂർവ്വം ഇടിച്ചു വീഴ്ത്തി. പിന്നീട് ആശുപത്രികളിൽ അന്വേഷിച്ചപ്പോഴാണ് ആ ആംബുലൻസ് അവിടെയെങ്ങും എത്തിയിട്ടില്ലെന്നും തന്റെ ഭർത്താവിനെ നിഗൂഢമായി കാണാതായെന്നും അവൾ തിരിച്ചറിയുന്നത്. അവൾ പോലീസിൽ പരാതി നൽകിയെങ്കിലും സിപ്ലൈൻ ജീവനക്കാരൻ അവരെ അവിടെ കണ്ടിട്ടേയില്ലെന്ന് പോലീസിനോട് പച്ചക്കള്ളം പറഞ്ഞു. മറ്റ് തെളിവുകളൊന്നും ലഭിക്കാത്തതിനാൽ പോലീസ് ഉദ്യോഗസ്ഥൻ ആ കേസ് വേഗത്തിൽ അവസാനിപ്പിച്ചു. ഇതൊരു വലിയ ഗൂഢാലോചനയാണെന്ന് മനസ്സിലാക്കിയ ലിസ ഭർത്താവിനെ സ്വന്തമായി കണ്ടെത്താൻ തന്നെ തീരുമാനിച്ചു. അവൾ നേരെ സിപ്ലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് മടങ്ങിപ്പോയി കള്ളം പറഞ്ഞ ആ ജീവനക്കാരനെ ബലമായി പിടിച്ച് സുരക്ഷാ ബെൽറ്റിട്ടു. ശേഷം സിപ്ലൈനിലൂടെ അവനെ ആ കൊക്കയുടെ ഏറ്റവും ആഴമുള്ള ഭാഗത്തേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയി. തന്റെ ഭർത്താവ് എവിടെയാണെന്ന് സത്യം പറഞ്ഞില്ലെങ്കിൽ നിഷ്കരുണം അവനെ അവിടെ നിന്നും താഴേക്ക് വലിച്ചെറിയുമെന്ന് പറഞ്ഞ് ലിസ ആ ജീവനക്കാരനെ ശക്തമായി ഭീഷണിപ്പെടുത്തി.